നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഒരുപക്ഷെ ഉണ്ടാവുമെങ്കിലും വളരെ ഗൗരവത്തോടെ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ ചില വാർത്തകൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് 20-ലധികം കേസുകളിൽ ഭിന്നശേഷിക്കാരായ മക്കളും ഒന്നിച്ച് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മക്കളെ അവരുടെ ജീവൻ എടുത്ത ശേഷം ഇവരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരെ ജീവൻ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുള്ള അതീവ ദുഃഖകരവും ഖേദകരവുമായിട്ടുള്ള ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കുട്ടികളല്ല. 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം, 25 കൊല്ലം വരെ നോക്കിയതിന്റെ ശേഷം, 29 വയസ്സ് വരെ നോക്കിയതിന്റെ ശേഷം അങ്ങനെ ഒരു കടുങ്കൈ ഒരു രക്ഷിതാവ് ചെയ്യേണ്ടി വരുന്നത് തന്റെ കാലശേഷം ഇനി മക്കൾക്ക് ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. പ്രത്യേകിച്ച് ഇന്റലക്ച്വലി ഡിഫറൻഷിയേബിൾഡ് ആയിട്ടുള്ള മാനസികമായ പലതരത്തിലുള്ള ഭിന്നശേഷി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങളാണ് ഏറ്റവും. ഇതിലിപ്പം ഓട്ടിസം, അതുപോലെ തന്നെ സെറിബ്രൽ പൾസി, പിന്നെ MRന്റെ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ നമുക്ക് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവരെ അങ്ങനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല. അതല്ലെങ്കിൽ അത് അവരുടെ വിധിയാണെന്ന് പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ കുട്ടികളെ അവർ മുതിർന്നവരാകുമ്പോൾ ഏറ്റെടുക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന NGOസിന്റെ കൂടെ നിൽക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഗവൺമെന്റുകളെ ഓർമ്മപ്പെടുത്താനും അവരുടെ പ്രയാസങ്ങളിലേക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരാനും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചേ പറ്റും. ഞാൻ ഇന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററെ ഞാൻ പാർലമെന്റിൽ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഇവരുടെ ഒരുപാട് ഇഷ്യൂസ്, ഇപ്പോൾ ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ 6 വയസ്സ് വരെയുള്ള ഈ കുട്ടികളുടെ പരിശീലന കാലം വളരെ പ്രധാനമാണ്. സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഒരു പരിധി വരെയെങ്കിലും അവരെ പ്രാപ്തരാക്കാൻ കഴിയാവുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഇവിടെ ഇല്ല. പല NGOസും അവരെ കൊണ്ടാവും വിധം കഷ്ടപ്പെട്ടും സ്വന്തം നിലക്ക് പണം കണ്ടെത്തിയും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയും ഒക്കെ ഇത്തരം കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യത്തിൽ അവിടെയും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങൾക്കറിയാം, അവർക്ക് ശാരീരിക വളർച്ച ഉണ്ടാവുമ്പോൾ ഈ പറയുന്ന രക്ഷിതാക്കൾ ചെറുതാവുമ്പോൾ അവരെ എടുത്തു നടന്നവർ പിന്നെ ഇവർക്ക് വയസ്സായി ഇവർക്ക് ശാരീരിക പ്രയാസം ഉണ്ടാവുന്നു. ഈ കുട്ടിക്ക് ഭാരം കൂടി വരുന്നു. അവരെടുത്ത് നടക്കാൻ പറ്റില്ല, ഒരു ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഒരു മാസം 1600 രൂപയുടെ പെൻഷൻ, അത് തന്നെ